ചെയ്യുക, എന്നിട്ട് പോയിട്ട് അടിച്ച് കയറ്റിയ ഫുഡ്. ഹലോ, അസ്സലാമു അലൈക്കും. ഞാനൊരു വീഡിയോ കണ്ടിട്ട് മാത്രമാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്, നിങ്ങൾക്ക് അത് അറിയിക്കാനും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഒരു ട്രെയിനറാണോ എന്താ നമുക്കറിയില്ല, ആള് പറയുന്നതായിട്ട് നോമ്പ് തുറക്കണതിന് മുമ്പ് പോയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് പോയിട്ട് അടിച്ച് കയറ്റിയ ഫുഡ്. എന്ത് കാരണം കൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായില്ല. 5:30 മുതൽ 6:30 വരെ നമ്മളൊരു വെള്ളം പോലും കുടിക്കാണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. നോമ്പുള്ളവർക്കറിയാം, നോമ്പ് നോക്കുന്നവർക്കറിയാം, നോമ്പ് നോക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ നോമ്പ് തുറന്നിട്ട് നല്ല വെള്ളം നല്ല ഫ്രൂട്ട്സും കഴിക്കാം. സമൂസ പോലത്തെ പലഹാരങ്ങളൊന്നും കഴിക്കാണ്ട. പിന്നെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാൻ വെക്കൂ. അപ്പോൾ കുഴപ്പമില്ല. മറ്റെന്താ സംഭവിക്കാൻ അറിയാലോ, ഇന്റർണൽ ഓർഗൻസ് ഭയങ്കര ഓൾറെഡി പ്രശ്നമാണ്. ഡീഹൈഡ്രേഷൻ പ്രശ്നമുള്ളവർക്ക് വേറെ, പ്രത്യേകിച്ച് ഇന്നെ പോലത്തെ എനിക്കും ഡീഹൈഡ്രേഷൻ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഈ നോമ്പിന്റെ സമയത്ത് എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. പടച്ചോൻ അൽഹംദുലില്ലാ. നോമ്പ് തുറന്നതിന് ശേഷം കാപ്സ്, അതേപോലെ നല്ല മീൽസ് കഴിക്കാം. നിങ്ങൾക്ക് അത് ഇത്തിരി റൈസ് കഴിച്ചിട്ട് പോവാം. അതെല്ലാം തന്നെ നല്ല ഫ്രൂട്ട്സ്, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഒരു കുഴപ്പമില്ല. സ്വീറ്റ് പൊട്ടാറ്റോ കഴിച്ചിട്ട് ഒരു പ്രശ്നം വരാൻ പോയി. ബനാന കഴിക്കുക, എന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോയാൽ ലൈറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരാളും ഹൈ ഇന്റൻസി വർക്കൗട്ട് ചെയ്യാൻ നിൽക്കണ്ട, മനസ്സിലായോ? പിന്നെ ചെറിയ ഒരു 2-3 സെറ്റ് വർക്കൗട്ട് മാത്രം ചെയ്യുക. അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബിൽഡാക്കാൻ നിൽക്കാൻ പറ്റൂല നമുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീണ്ടും പിറ്റത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്കൗട്ട് ഫുഡൊന്നും കഴിക്കാണ്ട് നിൽക്കുന്നത്.